60 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ 7th ഡേ ആണ് കേട്ടോ ഇന്ന്. എൻ്റെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് 69.35 ആയിരുന്നു. ഇന്നത്തെ വെയിറ്റ് 68.40 ആണ് കേട്ടോ. ഞാനേ ഓരോ പ്രാവശ്യം ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോഴും എനിക്കതിൽ ഭയങ്കര ആഗ്രഹമുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയ ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഞാൻ കഴിക്കുന്ന ഫുഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫർമേഷനും കിട്ടാൻ പോകുന്നില്ല. പകരം ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇൻ കേസ് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ മാത്രം. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കഴിച്ചത്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ദിവസം ബിരിയാണി കഴിച്ചു എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കുറ്റബോധമൊന്നും ഇല്ലാന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്നും ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു കഴിക്കേണ്ടി വന്നത് കേട്ടോ. ഞങ്ങളിന്ന് മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നേ. മൂവി അപ്പോൾ 1 മണിക്കായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമായപ്പോൾ എനിക്ക് വിശന്നില്ല. ഞാൻ പറഞ്ഞു മൂവിൻ്റെ ഇടയ്ക്ക് വിശക്കുവാണെങ്കിലോ ഇല്ലെങ്കിൽ മൂവി കഴിഞ്ഞിട്ടോ കഴിക്കാമെന്ന് പറഞ്ഞു. മൂവി എല്ലാം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തുമ്പോൾ സമയം 4 മണി. അവിടെ വേറെ ഒരു ഫുഡും ഇല്ല, ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊരു കേരള റെസ്റ്റോറൻ്റ് ആയിരുന്നേ, മടിവാളയിലുള്ളത് അല്ല, SG പാളയിലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബിരിയാണി കഴിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഞാനിപ്പോൾ കഴിച്ച എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതെല്ലാത്തിൻ്റെയും കൂടെ കാലറീസ് കൂട്ടുമ്പം അത് 1000 കാലറീസിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ. എൻ്റെ ഡെയിലി റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു 1200 1300 കാലറീസ് വരെ എനിക്ക് കഴിക്കാം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, അതായത് എന്നാൽ പിന്നെ എനിക്ക് ഡെയിലി ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാം, രാവിലത്തെ വൈകുന്നേരത്തെ ഫുഡൊന്ന് ഞാൻ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്താൽ പോരാ, അപ്പോൾ ഡെയിലി ബിരിയാണി കഴിക്കാമല്ലോ, എൻ്റെ കാലറീസ് റിക്വയർമെൻറ്റിൻ്റെ ഉള്ളിലല്ലേ വരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഞാനങ്ങനെ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, ഇത് വളരെയധികം ഇതിലടങ്ങിയിരിക്കുന്ന മാക്രോസ് ഉണ്ടല്ലോ, അതായത് ഈ ബിരിയാണി എന്ന് പറയുന്നത് റിഫൈൻഡ് കാർബ്സ് ആണ്, പിന്നെ അതിൽ ഫാറ്റ് ആണ് കൂടുതൽ, ഫൈബറും പ്രോട്ടീനും വളരെ കുറവാണ്. ഇത് ഫ്രൈഡ് ചിക്കൻ വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഹിഡൻ ഫാറ്റ്സ് കൂടുതലാണ്. ഗീ ആയിക്കോട്ടെ, ഡാൽഡ ആയിക്കോട്ടെ, ഓയിൽ, നമ്മുടെ ഫ്രൈഡ് ഓണിയൻ എല്ലാം ഹിഡൻ ഫാറ്റ്സ് കൂടുതലാണ്. പിന്നെ ഇത് നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കും, അതായത് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഈ ബിരിയാണിയിലുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സിനെ അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യും. അതേപോലെ തന്നെ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും, ബ്ലോട്ടിംഗ് ഉണ്ടാവും, പല രീതിയിലും നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിനെ ഇത് ബാധിക്കും. അപ്പോൾ നമ്മൾ കലറീസ് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ മിസ്റ്റേക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോടല്ല, ഞാൻ എന്നോടാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഇന്നത്തെ വെയിറ്റ് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വെയിറ്റ് ലോസ് ജേർണിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. നമ്മൾ എന്നും ഇതേപോലെ ഉടായിപ്പൊന്നും അല്ല കേട്ടോ. അപ്പോൾ നാളെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.